SSLC, ITI, +2 ഇവയ്ക്ക് 50% മാർക്കോടെ പാസ്സായിട്ടുള്ള കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് സദേൺ റെയിൽവേയിലേക്ക് ഇപ്പോൾ അപ്രൻറ്റീസുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ തിരുവനന്തപുരം ഡിവിഷനിലും പാലക്കാട് ഡിവിഷനിലും അപ്രൻറ്റീസുകളെ ആവശ്യമുണ്ട്. ITI ഉള്ളവരെ പ്രത്യേകവും ITI ഇല്ലാതെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ജയിച്ചവരെ പ്രത്യേകം ഫ്രഷേഴ്സായിട്ടുമാണ് പരിഗണിച്ച് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിൽ 50% മാർക്ക് വേണം. അതുപോലെ 12ാം ക്ലാസ് ആണെങ്കിൽ 12ാം ക്ലാസ്സിൽ 50% മാർക്ക് വേണം. ഇതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഗ്രൂപ്പ് പഠിച്ച ആ ഡിവിഷനിലുള്ള കുട്ടികളെ പ്രത്യേകം അപ്രൻറ്റീസുകളായിട്ട്, അതായത് പത്തോളജി പോലെയുള്ള അപ്രൻറ്റീസുകളായിട്ട് അവരെ പ്രത്യേകവും സെലക്ട് ചെയ്യും. ഇതിന് മിനിമം വേണ്ട ഏജ് 15ആണ്, മാക്സിമം 22. ഫ്രഷേഴ്സിന് ITI ഉള്ളവർക്ക് 24ആണ് മാക്സിമം ഏജ് പറയുന്നത്. ഈ മാക്സിമം ഏജിൽ റിലാക്സേഷൻ SC/ST വിഭാഗത്തിന് OBCക്കും എല്ലാം റിലാക്സേഷനുണ്ട്. ഈ 50% മാർക്ക് എന്ന് പറയുന്ന ആ മിനിമം യോഗ്യത SC/ST വിഭാഗത്തിന് ബാധകമല്ല. അവരുടെ മാർക്ക് എത്ര കുറവാണെങ്കിലും ഈ അപേക്ഷയ്ക്ക് പരിഗണിക്കുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് പ്യുവർലി നമ്മൾ കൊടുക്കുന്ന മാർക്ക് ലിസ്റ്റിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. 10ാം ക്ലാസ്സിലായാലും 12ാം ക്ലാസ്സിലായാലും ITI എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സെലക്ഷൻ പൂർണ്ണമായിട്ട് നടക്കുന്നത്. അതിൽ കുറേയധികം കാറ്റഗറികളുണ്ട്. ഫ്രഷേഴ്സിനുള്ള കാറ്റഗറികൾ തിരുവനന്തപുരം ഡിവിഷൻ, പാലക്കാട് ഡിവിഷൻ തരംതിരിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ITIക്കാർക്ക് +2 ITI ഉള്ളവർക്ക്, 10ാം ക്ലാസ് ITI ഉള്ളവർക്ക്, അങ്ങനെ സെപ്പറേറ്റ് ധാരാളം കാറ്റഗറീസ് ഇതിലുണ്ട്. അപ്രൻറ്റീസ് പോസ്റ്റാണ്. ഇതിന് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 25, 2025ആണ്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ വിടുന്നതിന് ആദ്യം നിങ്ങൾ വെബ്സൈറ്റിൽ കയറണം. അതായത് സദേൺ റെയിൽവേയുടെ വെബ്സൈറ്റാണ് www.sr.indianrailways.gov.in എന്ന് പറയും. സദേൺ റെയിൽവേയുടെ വെബ്സൈറ്റിൽ കയറണം. എന്നിട്ട് നമ്മൾ ആ നോട്ടിഫിക്കേഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഏത് ഡിവിഷനിലേക്കാണോ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ആ ആപ്ലിക്കേഷൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫെസിലിറ്റി അപ് ടു സെപ്റ്റംബർ 25 അവൈലബിൾ ആണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സദേൺ റെയിൽവേയിലേക്കാണ് അപ്രൻറ്റീസുകൾ തിരഞ്ഞെടുക്കുന്നത്. ഈ അവസരം പരമാവധി വിനിയോഗിക്കുക.